നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്കും ചെടികൾക്കും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ജൈവവളമായാലും ശരി രാസവളമായാലും ശരി നമ്മൾ കാശ് മുടക്കി പുറത്തു നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യാറ്, അല്ലേ? അപ്പോൾ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് കിച്ചൺ വേസ്റ്റിൽ നിന്ന് ജൈവവളങ്ങൾ തയ്യാറാക്കിയാലോ? വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ വളങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകളാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാനും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്ന് പറയാനൊക്കെ ആയിട്ട് വീഡിയോ കാണാം. ആദ്യത്തെ ഫെർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പഴത്തൊലിയാണ്. നമ്മൾ വലിച്ചെറിയുന്ന പഴത്തൊലി ഇനി ഇതുപോലെ ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. പഴത്തൊലിയിൽ ധാരാളം കാൽഷ്യം ഉണ്ട്. ഇത് സസ്യങ്ങൾക്ക് കൂടുതൽ നൈട്രജൻ എടുക്കാൻ സഹായിക്കുന്നു. ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്ന മാംഗനീസും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴത്തൊലി ഒരു പാനിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പഴത്തൊലി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായി തിളയ്ക്കാൻ അനുവദിക്കുക. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് അനുവദിക്കുക. തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്കൊരു കുപ്പിയിലേക്ക് അരിച്ച് മാറ്റി സൂക്ഷിക്കാം. ഇവിടെ ചെറുതായിട്ട് ചൂടാറിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു കുപ്പിയിൽ വെച്ചിട്ടാണ് ഇനി തണുപ്പിക്കാൻ പോകുന്നത്. ഇതൊരു 1-2 ദിവസം വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ അല്പം എടുത്തതിന് ശേഷം ഒന്നുകിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാറ്റി ഇതുപോലെ ഉപയോഗിച്ച് കൊടുക്കുക. നേരിട്ട് ചോട്ടിലേക്ക് ഒഴിക്കാതെ സൈഡിലായിട്ട് ഇത് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് കൂടുതൽ നല്ലത്. ഓർക്കിഡിനൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തേത് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് സവോളയുടെ തൊലിയാണ്. പൊട്ടാസ്യം, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, കോപ്പർ എന്നിവയാൽ സമ്പന്നമാണ് സവോളത്തൊലി. ഇത് ചെടികൾക്ക് നല്ല ഒരു വളമാണ്. ഇൻഡോർ ചെടികളായാലും ഔട്ട്ഡോർ ചെടികളായാലും പെട്ടെന്ന് വളരാനും വേരിന് ബലം വെക്കാനും പെട്ടെന്ന് കായ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. ഇത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കിതുപോലെ കുപ്പിയിലേക്ക് നിറച്ചു കൊടുക്കാം. ഇവിടെ മുഴുവൻ സവോളയുടെ തൊലിയും നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞതിന് ശേഷം കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 5 ദിവസമെങ്കിലും ഇങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷമാണ് നമ്മളിത് ചെടികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ നിറം നല്ല റെഡ് കളറാവും. അപ്പോൾ ഇത് ഒരു ദിവസം മാത്രം വെച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. ഒരു ചെറിയ പിങ്ക് നിറം മാത്രമാണ് ഇത് മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഇത് ഒരു ദിവസം മാത്രം വെച്ചതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റായിട്ട് ഒഴിക്കുന്നത്. പച്ചക്കറികൾക്കും ഇത് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചെടികൾ പെട്ടെന്ന് വളരാൻ ഉപയോഗിക്കുന്ന ഒരു വളമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. മൂന്നാമത്തേത് കഞ്ഞിവെള്ളമാണ്. എല്ലാവരുടെയും വീട്ടിലിത് ഉണ്ടാകും. സസ്യങ്ങളെ പോഷിപ്പിക്കുന്ന ജൈവ വളമാണിത്. കീടങ്ങളെ തുരത്താനും ഇത് നല്ലതാണ്. ഈച്ചകൾ, വണ്ട്, ചെടിപ്പേൻ എന്നിങ്ങനെ കീടങ്ങളെ എല്ലാം തന്നെ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കും. ഇതും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 5 ദിവസമൊക്കെ വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാം. എല്ലാത്തരം ചെടികൾക്കും ഇത് നല്ലതാണ്. ഇനി നാലാമതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടത്തോടാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ചെടികൾക്ക് വേണ്ട അളവിൽ കാൽഷ്യം നൽകാനായിട്ട് ഇത് സഹായിക്കും. ചെടികളുടെ വളർച്ചയ്ക്കും നല്ലതാണ്. പച്ചക്കറികൾക്കും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാം. റോസ പോലുള്ള ചെടികൾക്കാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ ഇത് പൊടിച്ചതിന് ശേഷം നമുക്ക് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 1 ഗ്ലാസ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന മുട്ടത്തോട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഇതും ഒരു കുപ്പിയിലേക്ക് അരിച്ച് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇവിടെ അരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതിനൊപ്പം നമ്മുടെ മുട്ടത്തോടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അല്പം എടുത്തതിന് ശേഷം ഇതുപോലെ ചെടിക്ക് ചുറ്റും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള മുട്ടത്തോട് ഇതുപോലെ നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. റോസയ്ക്കൊക്കെയാണ് ഇത് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളും ഈ ഒരു 4 ഫെർട്ടിലൈസറുകൾ തയ്യാറാക്കി നോക്കുക. കിച്ചണിൽ ബാക്കി വരുന്ന വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്.
ഇത് 4-5 ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.